വേനൽ മഴ ശക്തമായതോട് കൂടിയിട്ട് കോട്ടയം ജില്ലയിലെ മലമുകളിൽ നിന്ന് പെട്ടെന്ന് മലവെള്ളം കുതിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ. അതോടെ അവിടെ മഴ പെയ്തിട്ട് ആ മലക്ക് മുകളിൽ നിന്ന് വരുന്ന വെള്ളം, മലവെള്ളം അല്ലെങ്കിൽ മഴവെള്ളം, ആ വെള്ളത്തിൻ്റെ കുതിച്ചു വരൽ ടൗണ് മൊത്തം മുങ്ങിക്കൊണ്ട് ഈ ആറ് കരകവിഞ്ഞൊഴുകയാണ് കേട്ടോ. വലിയ ഉയരത്തിൽ കിടക്കുന്ന പാലം കംപ്ലീറ്റ് മൂടി ആളുകൾ മൊത്തം കടകളിൽ നിന്നും മറ്റൊക്കെ ഓടിക്കൂടിയിട്ട് ആ കാഴ്ച കാണാൻ വേണ്ടി തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ്. ഒരുപാട് ആളുകളാണ് ഇവിടെ കാഴ്ച കാണുന്നത്. ഈ ബിൽഡിങ്ങുകൾക്ക് മുകളിലൊക്കെ കംപ്ലീറ്റ് ആളുകളാണ്. വീടുകളിലൊക്കെ കംപ്ലീറ്റ് വെള്ളം കയറി വീട്ടിലിരിക്കുന്ന കസേര, അതുപോലെ തലയണ, ബെഡ്, പല സംഭവങ്ങൾ വെള്ളത്തിലൂടെ ഒലിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അടുത്തുള്ള വീട്ടിൽ നിന്നൊക്കെ എല്ലാവരും ഇറങ്ങി ഓടിയിട്ട് ആ സാധനങ്ങൾ മുഴുവൻ സുരക്ഷിതമായിട്ട് വെച്ചു കൊടുക്കാൻ വേണ്ടി അവർ വീട്ടുകാരൊക്കെ സഹായിക്കുന്ന കാഴ്ച നമുക്ക് കാണാം. പുഴവെള്ളത്തിലൂടെ എല്ലാ സാധനങ്ങളും ഒലിച്ചു വരുന്നത്, അതുപോലെ കുറേ വേസ്റ്റ് കവറുകളും മറ്റൊക്കെ ഇട്ടിട്ട് അതും ഒലിച്ചു പോകുന്നുണ്ട് കേട്ടോ. കടയുടെ അടുത്തേക്കൊക്കെ വെള്ളം കയറിയിട്ട് നിർത്തിയിട്ട വാഹനങ്ങളുടെയൊക്കെ മുക്കാൽ ഭാഗം വെള്ളം കയറി. വാഹനങ്ങളൊക്കെ വെള്ളത്തിനടിയിലാണ്. കടക്ക് മുകളിലൊക്കെ കണ്ടില്ലേ, എല്ലാ ഇരുന്നിലെ കെട്ടിടങ്ങളിലൊക്കെ മുകളിൽ ഫുള്ള് ആളുകൾ വെള്ളം കയറി കാണാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ഇഷ്ടം പോലെ ആളുകളാണ് തടിച്ചു കൂടിയിട്ടുള്ളത്. വെള്ളം കുത്തി ഒലിച്ച് നമ്മളത് കാണാൻ നിൽക്കുമ്പോൾ പോലും കാലിനടിയിലൂടെ കുത്തി ഒഴുകി പോകുന്ന വെള്ളം കാണാം. മലവെള്ളപ്പാച്ചിൽ വന്നതോടുകൂടി ആ മണ്ണ് കലങ്ങിയിട്ടുള്ള നല്ല ചുവപ്പ് കളറിലാണ് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇത് വാഹനങ്ങളൊക്കെ ഓടിക്കൊണ്ടിരുന്ന പാലാണ്. ബസ് വരെ പോകുന്ന വലിയ ഉയരത്തിലുള്ള പാലം. ആ പാലത്തിന് മുകളിലൂടെയാണ് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. വല്ലാത്ത കാഴ്ച. വാഗമൺ ഭാഗത്തു നിന്നാണ് ഈ മലവെള്ളം കുതിച്ചു വരുന്നത്. അവിടെ ഉരുൾ പൊട്ടിയിട്ടുണ്ട് 2 സ്ഥലത്ത്. കംപ്ലീറ്റ് മണ്ണിടിഞ്ഞ് ആ മലവെള്ളം അതിലൂടെ കുതിച്ചു വരികയാണ് കേട്ടോ. ഒരുപാട് ആളുകളാണ് ഇത് കാണാൻ വേണ്ടി കൂടി എന്നുള്ള കടകളിൽ നിന്നും അതുപോലെ വീടുകളിൽ നിന്ന് അറിഞ്ഞവർ അവിടെ എത്തുകയാണ്, തടിച്ചു കൂടുകയാണ്. കാരണം ഈ വെള്ളം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പല കടകളിലോട്ടൊക്കെ കയറിയിട്ട് കടകളിൽ നിന്ന് മൊത്തം സാധനങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, വെള്ളം ഫുള്ള് പാലം കവിഞ്ഞ് കുത്തി ഒഴുകുന്നു. ഇത് പോകുന്ന വഴിക്ക് ഇങ്ങനെ അങ്ങോട്ട് ജില്ല മൊത്തം ഇത് പോകുന്ന മീനച്ചിലാറ് ഒഴുകിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഭാഗത്തും ഇതേപോലെ വെള്ളം പെട്ടെന്ന് കുതിച്ച് കയറുകയാണ്. വീടുകൾക്കാണ് ഏറ്റവും ബുദ്ധിമുട്ട്. വീടുകളിലൂടെ കയറിയുടെ മൊത്തം സാധനങ്ങൾ പെട്ടെന്ന് മാറ്റാൻ മറ്റൊരു സ്ഥലം ഇല്ലാത്ത അവസ്ഥയാണ്. കാരണം അടുത്തുള്ള വീട്ടിലൊക്കെ തന്നെയാണ് സ്ഥിതി. ഇതിൽ കുറേ വേസ്റ്റ് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുറേ മരങ്ങൾ വരുന്നുണ്ട്. ഈ മരങ്ങളൊക്കെ എടുത്തു മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള നാട്ടിലെ കുറേ സ്നേഹികൾ, സാമൂഹിക പ്രവർത്തകർ കുറേ ഇറങ്ങിയിട്ട്, അതുപോലെ ക്ലബ്ബുകൾ, പിന്നെ റെസ്ക്യൂ ടീമിൻ്റെ, അതായത് സുരക്ഷിതത്വം ഉറപ്പാക്കാൻ വേണ്ടിയുള്ള പല ടീമുകളും ഇവിടെ എത്തിയിട്ടുണ്ട്. അവരൊക്കെ രക്ഷാപ്രവർത്തനത്തിൽ നാട്ടുകാർ ഉൾപ്പെടെ കൂടിയിട്ടാണ് ഈ രക്ഷാപ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ ഈ മരങ്ങൾ മൊത്തം മാറ്റുകയാണ്. കാരണം മരങ്ങൾ ഈ പാലത്തിൽ വന്ന് അടിയുന്നതോട് കൂടിയിട്ട് പിന്നെ വെള്ളത്തിന് ഒഴുകി പോകാൻ സ്ഥലമില്ല. വെള്ളം കൂടുതൽ കരയിലോട്ട് കയറും. അതുകൊണ്ട് തന്നെ ഈ പാലത്തിന് വേസ്റ്റും അതുപോലെ മരത്തിൻ്റെ ചില്ലകളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ചെറിയ പരിപാടിയല്ല. കുറേ സമയമായിട്ട് വലിയ മരത്തിൻ്റെയൊക്കെ പീസുകൾ ഒന്നിച്ച് അവർ എടുത്തിടുകയാണ്. അത് നല്ല അധ്വാനമുള്ള ഒരു വർക്കാണ്. ദൂരെ നമ്മൾ നോക്കുന്ന സമയത്ത് മലൻ്റെ മുകളിൽ നല്ലവണ്ണം മേഘങ്ങൾ അതുപോലെ മഞ്ഞ് മൂടി കിടക്കുന്നത് കാണാം. ആ ഭാഗത്ത് മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒരു ഭാഗത്ത് അവിടെ നിന്നാണ് ഈ വെള്ളം ഇപ്പോഴും കുതിച്ച് കണ്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നമ്മൾ കാണുന്ന മറ്റൊരു കാഴ്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഇവിടെ വീടുകളിൽ നിന്ന് മൊത്തം സാധനങ്ങൾ മാറ്റാൻ എല്ലാവരും സഹായിക്കുന്നു. നല്ല ഒരു ഐക്യമുള്ള നാട്ടുകാരാണ്. നാട്ടുകാരുടെ സഹായം കൊണ്ടാണ് ഇത്രയധികം ഇവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത്. മാത്രമല്ല പോലീസിൻ്റെയും അതേപോലെ തന്നെ റെസ്ക്യൂ ടീമിൻ്റെ എല്ലാം നല്ല സഹായങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ അവരുടെ ജീപ്പും അതിൽ സന്നാഹങ്ങളൊക്കെ വന്ന് രക്ഷാപ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നുണ്ട്. പിന്നെ ഇതുപോലെ പ്രൈവറ്റ് സഹായത്തിൻ്റെ ടീം അവർ വന്നിട്ടുള്ള ജീപ്പ് ഇവിടെ നിൽക്കുന്നുണ്ട്. അതിൽ രക്ഷാപ്രവർത്തനം ആവശ്യമായിട്ടുള്ള അതുപോലെ കോട്ടുകളും ട്യൂബുകളും മറ്റൊക്കെ ആയിട്ടാണ് അവരെത്താറുള്ളത്. ആളുകൾക്ക് ഈ വെള്ളം കയറിയത് കാണാൻ ഒരു പ്രത്യേക രസമാണ്. കാരണം ഒന്നിച്ചുള്ള അതിൻ്റെ ആ ഒഴുക്കും മറ്റൊക്കെ കാണാൻ. പക്ഷെ അപകടകരമാണ്. അവർ ദൂരെ നിന്നിട്ടാണ് കാണുന്നത്.
ബിൽഡിങ്ങിന് മുകളിലൊക്കെ ഫുള്ള് ആളുകൾ കയറിയാണ്. ഇത് കണ്ട, ഇത് ഈ കടയുടെ ഒക്കെ സൈഡ് അതിൻ്റെ മുറ്റാണ്. ആ മുറ്റം ഉയരത്തിൽ വെള്ളം കയറി കിടക്കുകയാണ്. ഈ ഒരു സമയത്ത് ഇക്കരയിൽ നിന്ന് അക്കരയ്ക്കുള്ള ഒരു യാത്രാ മാർഗങ്ങളും അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ അപ്പുറം പെട്ടവർ അപ്പുറത്ത് തന്നെ. ഇനി ആ വെള്ളം ഒഴിഞ്ഞു പോയതിന് ശേഷം മാത്രമേ അവർക്ക് ഇപ്പുറത്ത് കിടക്കാൻ പറ്റുള്ളൂ. ഈ ജീപ്പിലാണ് ഇവർ വന്നത് കേട്ടോ. നിൽക്കുന്ന ആളുകളൊക്കെ ഇതേവരെ വെള്ളത്തിൽ നിന്നിട്ട് അവിടെ വേസ്റ്റും മറ്റുമൊക്കെ മാറ്റി ആ ഒഴുക്കിനെ നടത്തുമായിരുന്നു. ശരിക്കും വലിയ കമ്പുകളൊക്കെ ഉപയോഗിച്ചിട്ട് അവിടെ മരച്ചില്ലുകളും മറ്റും വന്ന് അടിയിൽ നിന്നൊക്കെ കുത്തി ഒഴിവാക്കി കൊടുത്ത് വെള്ളത്തിനെ സുഖമായി ഒഴുക്കുമായിരുന്നു. ഇനി വെള്ളം ഒഴുകി കഴിഞ്ഞ് അതുപോലെ വെള്ളം കുറച്ച് താഴ്ന്നു കഴിഞ്ഞാൽ മാത്രമേ അപ്പുറത്തു നിന്നുള്ള ടൗണിൽ നിന്ന് ആളുകൾക്ക് ഇപ്പുറത്തെ ടൗണിലോട്ട് കടക്കാൻ പറ്റുള്ളൂ.